മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയുടെയും വനിതാ സെല്ലിന്റെയും കൊല്ലം ജില്ലാ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ലോക മനുഷ്യാവകാശ ദിനം ആചരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഹലീമ ബീബി ഉദ്ഘാടനം നടത്തി. പ്രവർത്തകരായ ജെനി ജോർജ്, ബിന്ദു സുനിൽ, ലളിതകുമാരി, ആശാരംഗൻ, രവീന്ദ്രൻ, ജയരാജ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അലിൻ ജെ വൈ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സംസ്ഥാന ഓഫീസിൽ വെച്ച് നിർധനരായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമാണ്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ ഈ സംഘടന 2018 രജിസ്റ്റർ ചെയ്തത്. ഇന്ന് 9ാമത്തെ വർഷം തുടങ്ങുന്ന ദിവസവും മനുഷ്യാവകാശ ദിനവും ആചരിക്കുന്ന ദിവസമാണ്. ഇതിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമാണ് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സംഘടന, നീതിക്ക് വേണ്ടി പോരാടുന്ന സംഘടന, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്ന സംഘടന, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, ജനങ്ങളുടെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന. ഈ സംഘടന കക്ഷി രാഷ്ട്രീയമില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. വിനീതമായ നമസ്കാരം. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ഹലീമ മാഡത്തിന് നമസ്കാരം. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാഡത്തിന്റെ കഠിനാധ്വാനം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. 9 വർഷക്കാലമായി മാഡത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ദേശീയ മനുഷ്യാവകാശ ദിനമായ ഇന്ന് 9 വർഷങ്ങൾ കാലം നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ഓരോ ആവശ്യങ്ങൾക്കും അവരുടെ വിഷമത്തിലും കർഷക ദുഃഖത്തിലും നമ്മൾ ഓരോരുത്തരും പങ്കാളികളാണ്. ഇന്നും ഈ നിമിഷം വരെയും ഏത് കാര്യങ്ങൾക്കും മുൻപന്തി നിൽക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഹലീമ മേഡം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഏത് രാത്രി എപ്പോഴും വിളിച്ചാലും വിളിപ്പുറത്ത് എത്തി എന്താവശ്യം ഉണ്ടെങ്കിലും അവരുടെ കാര്യം വളരെ വ്യക്തമായി അന്വേഷിക്കുകയും അവരുടെ ആ ബന്ധങ്ങൾ എന്തും കൊണ്ടും അവരെ അന്വേഷിച്ച് ഒരു നിയമ നടപടിക്ക് എടുക്കുന്ന ഒരു സംഘടനയാണ് മനുഷ്യാവകാശ സംഘടന. സംഘടനയിൽ എല്ലാവർക്കും ഈ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും നന്ദി, നമസ്കാരം. ലോക മനുഷ്യാവകാശ ദിനമായ ഇന്ന് നമ്മള് മനുഷ്യാവകാശ ദിനം ആചരിക്കുകയാണ്. നമ്മളുടെ മനുഷ്യാവകാശ സംഘടന രൂപീകരിച്ചിട്ട് 9 വർഷം തികയാണ്. 9 വർഷമായി ഈ കുട്ടിയത്ത് തന്നെയാണ് നമ്മൾ എല്ലാ വർഷവും വാർഷികം ആഘോഷിക്കുക. ഇന്ന് മനുഷ്യാവകാശ ദിനത്തോടെ വാർഷികാഘോഷവും നിർധനനായ കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും തുടർ വർഷങ്ങളിൽ നടത്തുന്ന കണക്ക് തന്നെ നടത്തി വരുന്നതാണ്. ഇതിന് ചുക്കാൻ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്നത് മെയിനായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നതും നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഹലീമ മാഡത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും കൊണ്ടാടുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഹലീമ മാഡത്തിൻ്റെ പ്രയത്നം ഒന്നുകൊണ്ട് തന്നെയാണ്. അതുപോലെ നമുക്കിന്നിവിടെ എത്തിച്ചേരാൻ പറ്റാത്ത എല്ലാ ജില്ലകളിലും മനുഷ്യാവകാശ ദിനം ആഘോഷിക്കുന്ന എല്ലാ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും എൻ്റെയും നമ്മുടെ സംഘടനയുടെ പേരിലുള്ള എല്ലാ അഭിവാദനങ്ങളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഹലീമ മാഡം, കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജെനി മാഡം, മറ്റ് ജില്ലാ ഭാരവാഹികളെ, വനിതാ സെൽ പ്രവർത്തകരെ, മറ്റെല്ലാ അംഗങ്ങൾക്കും ഈ സംഘടനയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. നമ്മൾ അതിവിപുലമായ രീതിയിലാണ് ഇന്നിവിടെ ഇത് ആഘോഷിക്കുന്നത്. അതിനെ എത്തിച്ചേർന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പാവപ്പെട്ടതിനോടൊപ്പം നിന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അതിശക്തമായി പോരാടുന്ന നമ്മുടെ ഈ മഹത്തായ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഹലീമ മാഡത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അക്ഷര
നമസ്കാരം. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഹലീമ മാഡം, ജനറൽ സെക്രട്ടറി അലൻ സാർ, വനിതാ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ബിന്ദു സുനി മാഡം, ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പ്രസിഡന്റ് ജെനി മാഡം, അതുപോലെ നമ്മുടെ വനിതാ സ്റ്റേറ്റ് അജിത മാഡം, വേദിയിലിരിക്കുന്ന എന്റെ എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാൻ നമ്മൾ എന്തിനാണ് വളരെ ദൂരത്തുനിന്നും അടുത്തുനിന്നും ഒക്കെ ആയിട്ട് രാവിലെ 7 മണി മുതൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ലോക മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ 10. എല്ലാ ജില്ലകളിലും നമ്മുടെ മനുഷ്യാവകാശ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റും മറ്റംഗങ്ങളുമാണ്. പിന്നെ ഉള്ളത് തിരുവനന്തപുരത്തു നിന്നുള്ള അംഗങ്ങളും കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടുന്ന കൊല്ലം ജില്ലാ ഭാരവാഹികളുമാണ്. നമുക്കിന്ന് ഒത്തുകൂടി ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് 2 മാസത്തിൽ കൂടുതലായി. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇടയിൽ നമുക്കൊപ്പം നിൽക്കുന്നതിന് വേണ്ടി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ കുറച്ച് ഭക്ഷ്യക്കിറ്റുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും നമ്മുടെ മനുഷ്യാവകാശ സംഘടനയെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ നല്ല മനസ്സോടുകൂടി നമ്മളോട് സഹകരിച്ച കുറെ വ്യക്തികളുണ്ട്. കൂടാതെ നിർധനരായി കിടപ്പ് രോഗികളായവർക്ക് നമ്മളെ കൊണ്ടുള്ള ചെറിയ ഒരു സഹായം എന്നുള്ള നിലയിൽ 3-4 പേർക്ക് നമ്മൾ ചികിത്സാ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ മാത്രമേ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനെല്ലാം നമുക്ക് വഴിയൊരുക്കി തന്ന നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഹലീമ മാഡത്തിനെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം 2-3 മാസക്കാലമായി വനിതാ സെല്ലിൽ എന്നുള്ള ഒരു പ്രസ്ഥാനമേ വേണ്ട എന്ന് നമ്മുടെ പല ഭാരവാഹികളുടെയും നിർദ്ദേശപ്രകാരം അവിടെ ഭയങ്കരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് നടന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് ഹലീമ മാഡം പറഞ്ഞത്, ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി പോരാടും, വനിതാ സെല്ലില്ലാതെ ഒരിക്കലും ഞാൻ മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പ്രസിഡന്റ് നമ്മളെ എല്ലാവരെയും ഒത്തുകൂടാനുള്ള അവസരം ഒരുക്കി തന്നത്. ഈ വേദിയിലിരിക്കുന്ന സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആലിദേവി സംഘടന അഭിനന്ദിക്കുന്നു. സ്റ്റേറ്റ് പ്രസിഡന്റ് ലളിതാവുമായി അവരുടെ അറിയിച്ചാൽ എത്രയും ദൂരം നിരന്തരമാണ് സ്ഥലം. ഇന്നലെ വന്നു, ഇന്നും നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് നമ്മളെ ഓഫീസ് വൃത്തിയാക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്ന ജില്ലാ പ്രസിഡന്റും ജില്ലാ ഡയറക്ടറും എന്റെ പേര് സംഘടനയുടെ അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അജിതകുമാരി ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് ഭാരവാഹികൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ആദ്യം ഭക്ഷ്യക്കിറ്റ് വിതരണമാണ് നിർധനായ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത്. മൈലക്കാട് സ്വദേശിയാണ്. കുഞ്ഞുമോനാണ് പേര്. കുടലിന് ക്യാൻസർ ഓപ്പറേഷൻ ചെയ്ത് നിത്യനിവൃത്തിന് നിർവാഹമില്ലാതെ 2 കുട്ടികളാണ്. അതിനാണ് ഈ സംഘടന ചെറിയൊരു തുക സംഭാവന നൽകി ചികിത്സാ സഹായം.
നമ്മളുടെ സഹപ്രവർത്തകയാണ് വനിതാസൽ പ്രവർത്തകയാണ്. ഭർത്താവ് സുഖമില്ലാതെ ഹാർട്ട് രോഗിയായിട്ട് കുറെ നാൾ ചികിത്സയിലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സംഘടന ചികിത്സാ സഹായം ചെയ്തത്. കടവൂർ സ്വദേശിയാണ്. ഗീതാവുമാരി ചികിത്സയിലാണ് ക്യാൻസർ ഒക്കെ ആയിട്ട്. മകനാണ് സംരക്ഷിക്കുന്നത്. വിദ്യാഭ്യാസവും പോലും മുടക്കി അമ്മയെ ചികിത്സിക്കാനായിട്ട് മകനാണ് ചികിത്സിക്കുന്നത്. അതിന്റെ ഒരു ഭാഗം ചെറിയ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. അതിനോടനുബന്ധിച്ച് നമ്മുടെ മനുഷ്യാവകാശ ദിനവും വാർഷികവും ആഘോഷിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ചെയ്തു വരുന്ന കണക്ക് തന്നെ എല്ലാ വർഷങ്ങളിലും നമ്മൾ ചെയ്തു വരുന്ന കണക്ക് തന്നെ നിർധനരായ കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായവും കിറ്റ് വിതരണവും ഡ്രസ് വിതരണവും ചെയ്യുന്നുണ്ട്. അത് ഇന്നും നടത്തി വന്നിരുന്നു. എല്ലാ ജില്ലയിൽ നിന്നും ഉള്ള സഹകരണമുണ്ട്. ഇത് വർഷങ്ങളായി നമ്മളുടെ 9ാമത്തെ വാർഷികമാണ് ഇന്ന് ആഘോഷിച്ചത്. ഇന്ന് ഇവിടെ സഹകരിച്ച കൊല്ലം ജില്ലയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചത്. ബാക്കി എല്ലാ ജില്ലയിലും അതാത് ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കൊല്ലം ജില്ലാ കമ്മിറ്റിയും വനിതാ സെല്ലും സംസ്ഥാന കമ്മിറ്റിയും ചേർന്നാണ് ഇന്ന് കൊട്ടിയത്ത് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് മനുഷ്യാവകാശ ദിനാചരണവും ഫംഗ്ഷനും നടത്തിയിരുന്നു.